ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ വർക്ക് എഡ്യൂക്കേഷനിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഗ്രികൾച്ചർ എന്നുള്ള പാഠമാണ്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അധികവും സ്കൂളിലും വീട്ടിലും ഒക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷെ എങ്കിലും നമുക്കതൊന്ന് പറഞ്ഞു പോവാം. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മലയാളം മീഡിയത്തിൽ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റോ STD7 വർക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള പ്ലേലിസ്റ്റോ ഏതെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ ചെറിയ മക്കൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻസ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ആവശ്യമാണെങ്കിൽ ഞാൻ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്തൊക്കെയാണ്? വ്യത്യസ്ത തരത്തിലുള്ള വെജിറ്റബിൾസിന്റെ ഒക്കെ പിക്ചറാണ് അല്ലെ തന്നിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ അതിലുണ്ട്. അതിന് താഴെ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇഫ് യു ഹാവ് ദ വിൽ യു ക്യാൻ റീപ്പ് എ ഹാർവെസ്റ്റ് ഈവൻ ഇൻ ദ സ്കൈ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആകാശത്തും അല്ലെങ്കിൽ മാനത്തും വിളയിക്കാം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൃഷി ചെയ്യണം അല്ലെങ്കിൽ വിളവെടുക്കണം എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, കൃഷിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആകാശത്ത് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് പറ്റാത്ത സാഹചര്യത്തിൽ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. അതിൽ നിന്ന് നല്ല വിളവെടുക്കാം. ഇപ്പൊ നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല അല്ലെങ്കിൽ എനിക്ക് അധികം സൗകര്യമില്ല കൃഷി ഉണ്ടാക്കാനൊക്കെ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. പക്ഷെ എങ്കിലും ഒരു ഉള്ള സ്ഥലത്താണെങ്കിൽ കൂടി അതിനനുസരിച്ച് കൃഷി ചെയ്യാനുള്ള മെത്തേഡ്സ് ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ ഉള്ള സ്ഥലത്താണെങ്കിലും ഉള്ള സൗകര്യത്തിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം, അതിൽ നിന്ന് വിളവ് ലഭിക്കാം. ഇത് കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കത് തരണം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് ഈ ഒരു മെസ്സേജിന്റെ ഉള്ളടക്കം. എ റിച്ച് ഹാർവെസ്റ്റ്. We are familiar with cultivation in limited space using grow bags. Research is being carried out on different methods of cultivation in limited space. Let's learn one of them. ഇപ്പൊ നമ്മൾ സ്ഥലം അധികം ഇല്ലാത്തവർക്ക്, സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് റിസർച്ചേഴ്സ് പല തരത്തിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലിമിറ്റഡ് സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെ നമുക്ക് കൃഷി ചെയ്ത് ഹാർവസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒത്തിരി പഠനങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൽ ഒരു മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ചുരുങ്ങിയ സ്പേസിൽ എങ്ങനെ നല്ല വിളവ് തരുന്ന രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ള ഒരു മെത്തേഡ്. വെർട്ടിക്കൽ ഫാമിംഗ് ഹാസ് ബ്രോട്ട് അബൌട്ട് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ. Crops are cultivated in slabs arranged vertically in vertical farming. Farming of this kind can be done inside buildings, in urban areas, in confined spaces, or on tall structures. This concept emerged from the necessity for optimal agricultural production. Spinach, tomato, brinjal, lady's finger, etc. can be grown this way. നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ് എന്താണ്? വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. പേര് പോലെ തന്നെ കൃഷി രീതി വെർട്ടിക്കലായിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിനെ കുത്തനെ അടുക്കി വെച്ചിട്ട്, അത് കുത്തനെ എന്നാണ് വെർട്ടിക്കൽ എന്ന് വെച്ചാൽ കുത്തനെ അടുക്കി വെച്ചിട്ടുള്ള പാളികളിൽ നമ്മൾ പലതരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യിക്കുന്ന രീതിയാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ്. ഇത് നല്ല ഉയരമുള്ള കെട്ടിടങ്ങളില്, പിന്നെ അതുപോലെ അധികം സ്ഥലമില്ലാത്ത കൃഷിഭൂമികളില്, പിന്നെ urban ഏരിയാസിൽ, അതായത് നഗരപ്രദേശങ്ങളിൽ, അതായത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെയാണ് ഈ വെർട്ടിക്കൽ ഫാമിംഗ് രീതി കൊണ്ടുള്ള അധികം മെച്ചം ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവർക്കൊക്കെ അവലംബിക്കാവുന്ന ഒരു രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഈ വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ ഇതില് വളരെയധികം ഉൽപാദനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏകദേശം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് സ്പിനാച്ച്, ചീര, ടൊമാറ്റോ, പിന്നെ ബ്രിഞ്ചോള്, ലേഡീസ് ഫിംഗർ, വെണ്ട തുടങ്ങിയിട്ടുള്ള മിക്ക പച്ചക്കറികളാണ് ഇത്തരത്തിൽ വെർട്ടിക്കലി നമ്മൾ ഫാമിംഗ് ചെയ്യുന്നത്. The picture shows a model of vertical farming setup for growing vegetables. പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള ഒരു വെർട്ടിക്കൽ ഫാമിംഗിന്റെ മെത്തേഡാണ്, അതിന്റെ പിക്ചറാണ് നമുക്ക് മുകളിൽ തന്നിരിക്കുന്നത്. ഇനി വെർട്ടിക്കൽ ഫാമിംഗ് മാത്രമല്ല, വെർട്ടിക്കൽ ഗാർഡനിങ്ങും ഉണ്ട്. എന്താണ് വെർട്ടിക്കൽ ഗാർഡൻ എന്ന് നോക്കാം. The trend of cultivating plants on vertical structures is gaining popularity. This innovative gardening approach is commonly known as vertical garden, which is also referred to as green walls or live walls. It enhances the beauty of the place and is beneficial for the purification of air. ഇപ്പോൾ വെർട്ടിക്കൽ ഫാമിംഗ് നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ നമുക്ക് ഗാർഡനിങ്ങും ചെയ്യാം. അതായത് പൂക്കളും ചെടികളും ഒക്കെ വെച്ചിട്ട് വെർട്ടിക്കൽ ഗാർഡനിങ് ചെയ്യാം. ഇത് നമ്മളുടെ
സ്ഥലത്തെ ഭംഗി കൂട്ടുകയും അതുപോലെ എയർ പ്യൂരിഫിക്കേഷൻ കുറച്ചുകൂടെ ശുദ്ധമായിട്ടുള്ള വായു സഞ്ചാരമൊക്കെ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് വെർട്ടിക്കൽ ഗാർഡനിങ് ഒരുപാട് വീടുകളിൽ നമുക്ക് കണ്ട് വരാവുന്നതാണ് കേട്ടോ, കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഷോൾ വി പ്രിപ്പയർ എ വെർട്ടിക്കൽ ഗാർഡൻ? ഇനി വെർട്ടിക്കൽ ഗാർഡൻ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ട മെറ്റീരിയൽസ് വെൽഡ് മെഷ് 5 feet ടോൾ ഉള്ളത്, പിന്നെ ഷെയ്ഡ് നെറ്റ് ഓർ ഗ്രീൻ നെറ്റ്, ദെൻ 5 feet ലോങ് 1/2 inch PVC പൈപ്പ്, 1/2 inch പൈപ്പ് ക്യാപ്പ്, ടാഗ്സ് ടു ടൈ മെഷ് കെട്ടാനുള്ള ടാഗ്സ്, പിന്നെ എ പെയർ ഓഫ് സിസേഴ്സ്. ഇനി എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. വി ഷാൽ കൺസ്ട്രക്ട് എ ടവർ ഓഫ് 1.5 meter height. Place the green net inside the mesh and tie both ends of the mesh as shown in the picture. A cylindrical tower is ready now. You can prop this up on soil or in a flat container. Take 1.5 meter long 1/2 inch PVC pipe and secure the bottom with a cap. ഒരു 1.5 meter ഹൈറ്റ് ഉള്ള ടവർ നിർമ്മിക്കാനുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യുക, നിങ്ങൾ വെൽഡ് മെഷിന്റെ ഒരു ഉൾവശത്തായിട്ട് ഗ്രീൻ നെറ്റ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് അതിന്റെ മെഷിന്റെ രണ്ടറ്റങ്ങളും ചേർത്ത് നിങ്ങൾ ടൈ ചെയ്യുക, കട്ടി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു ടവർ കിട്ടും. പിന്നെ അതിനുശേഷം സോയിലോ അല്ലെങ്കിൽ വലിയൊരു പരന്ന പാത്രത്തിൽ നിങ്ങൾക്ക് ഈ ടവർ കൊണ്ടുപോയി വെക്കാം. അതില് 1/2 inch നീളമുള്ള PVC പൈപ്പ് 1.5 meter നീളത്തിലെടുത്ത് അതിന്റെ താഴ്വശം, ഈ മെഷിന്റെ ഈ ടവറിന്റെ താഴ്വശം എന്ത് ചെയ്യാം, ടാപ്പ് ക്യാപ്പ് ഇട്ടിട്ട് ഉറപ്പിച്ചു വെക്കുക. Put holes at a distance of 8 centimeters all along the pipe. Place the pipe inside the cylindrical tower and deposit dry leaves around it. Pouring diluted cow dung in thick consistency can expedite decomposition of leaves. Potting mixture, that means soil, sand or cockpit biofertilizer, can be put over this. Fill the mesh with layers of dry leaves and potting mixture. Whenever you add potting mixture, ensure to press it down with a stick. The tower for vertical farming is now ready. Net can be cut at 30 cm distance for setting plants. In this manner, a maximum number of 20 plants can be set up in a 1.5 meter tall and 1/2 meter wide tower. Water, fertilizers in liquid form, etc. can be provided through the pipe. 8 സെന്റിമീറ്റർ അകലത്തിൽ ആ പൈപ്പിൽ പലയിടങ്ങളിലായിട്ട് ഓരോ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതായത് ഒരു പ്ലാന്റ് വെക്കാൻ പാകത്തിനുള്ള ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മെഷിൻ്റെ മധ്യഭാഗത്തായിട്ട് മിഡിലായിട്ട് വെച്ച ശേഷം ഉണങ്ങിയ ഇലകളും അതുപോലെ ബയോ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമായിട്ട്, ആ പൈപ്പിന് ചുറ്റുമായിട്ട് ഇടുക. എന്നിട്ട് ഇലകൾക്ക് മുകളിൽ കൗഡങ്ങ്, ചാണകം കലക്കിയിട്ട് കുഴമ്പ് രൂപത്തിൽ, അത് വളമാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മളുടെ മണ്ണും സാൻഡും ഒക്കെ ഉണ്ടായിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഈ നമ്മൾ ഡ്രൈ ലീവ്സും പോട്ടിംഗ് മിക്സ്ചറൊക്കെ ഇടവിട്ട് നമ്മൾ മെഷ് സിലിണ്ടറിൽ നിറയ്ക്കണം. അപ്പോഴേ നമുക്ക് കുറച്ചുകൂടെ നല്ല വിളവ് പെട്ടെന്ന് ലഭിക്കും. ഓരോ തവണയും പോട്ടിംഗ് മിക്സർ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് താഴേക്ക് കുത്തി അമർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഗാർഡന് ആവശ്യമായിട്ടുള്ള ടവർ റെഡി ആയിട്ടുണ്ട്. ഇനി ടവർ ഏകദേശം ഈ മണ്ണും പോട്ടിംഗ് മിക്സ്ചറൊക്കെ നിറച്ച ശേഷം ഒരു 30 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് പലയിടങ്ങളിലായിട്ട് നെറ്റ് മുറിച്ച് ഹോൾസ് ഉണ്ടാക്കി ആ ഹോൾസിൽ ചെടികൾ നട്ടുകൊടുക്കാം. ഇങ്ങനെ ഏകദേശം ഒരു 1.5 meter ഹൈറ്റും പിന്നെ ഒരു 1/2 meter ഇതിൻ്റെ വ്യാസം, അതായത് ഇതിൻ്റെ വാവട്ടം ഉണ്ടല്ലോ, അതും ഉള്ള രീതിയിലൊരു ടവറിൽ നമുക്ക് ഏകദേശം 20 പ്ലാന്റ്സ് വരെ നടാമെന്നാണ് പറയുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള വാട്ടറും പിന്നെ അതുപോലെ വളം, അതിന് വേണ്ട ഫെർട്ടിലൈസർ എങ്ങനെ ലിക്വിഡ് രൂപത്തിൽ തന്നെ കൊടുക്കണം. അത് നമുക്ക് ഈ PVC പൈപ്പിലൂടെ കൊടുക്കാവുന്നതാണ്. നോക്കൂ മക്കളെ, നമുക്കിവിടെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും തന്നിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും, വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും, അതുപോലെ അതിൻ്റെ പുറംഭാഗമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് പിക്ചറൈസേഷനിലൂടെ കാണിച്ചിട്ടുണ്ട്. കൺട്രോൾഡ് എൻവയൺമെൻറ്റ് അഗ്രികൾച്ചർ. Controlled environmental agriculture is the basis of vertical farming. Effective use of water, sufficient availability of sunlight, climate control, precise humidity, temperature control, proper fertilization, etc. are the features of controlled environmental agriculture. ഇനി എന്താണ് കൺട്രോൾഡ് എൻവയൺമെൻറ്റൽ അഗ്രികൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഈ കൺട്രോൾഡ് എൻവയൺമെൻറ്റൽ അഗ്രികൾച്ചറാണ്, അതിൻ്റെ രീതിയാണ് നമ്മൾ ഈ നമ്മളുടെ വെർട്ടിക്കൽ ഫാമിങ്ങിൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കൺട്രോൾഡ് എൻവയൺമെൻറ്റൽ അഗ്രികൾച്ചറാണെന്ന് നമുക്ക് പറയാം.
വാട്ടറിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഉപയോഗം, ജലത്തിൻ്റെ കാര്യക്ഷമമായ ഉപയോഗം, അതുപോലെ കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ സൺലൈറ്റും തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ലഭ്യമാക്കുക. പിന്നെ ക്ലൈമറ്റിൻ്റെ കൺട്രോളിങ്, അതുപോലെ കൃത്യമായിട്ടുള്ള ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ കൺട്രോളിങ്, പിന്നെ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ അളവിലുള്ള കൃത്യമായിട്ടുള്ള അളവിലുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക, വളപ്രയോഗം തുടങ്ങിയവയൊക്കെയാണ് ഈ കൺട്രോൾഡ് എൻവയൺമെൻറ്റൽ അഗ്രികൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ നമ്മുടെ വെർട്ടിക്കൽ ഫാമിങ്ങിലും ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. You can note down the details of vertical farming done in your school in your activity diary. ഇനി നിങ്ങളുടെ സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നിങ്ങൾ ആക്ടിവിറ്റി ഡയറിയിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ, ദ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ടവേഴ്സ്, ഇറ്റ് സൈസ് ആൻഡ് നമ്പേഴ്സ്, എത്ര ടവർ ഉണ്ടാക്കി, ഏതൊക്കെ സൈസിലാണ്, അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എഴുതണം. വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ, ഏതൊക്കെ പച്ചക്കറികളാണ് ഉണ്ടാക്കിയതെന്ന് എഴുതണം. കെയർ പ്രൊവൈഡഡ് ഫോർ ദ ക്രോപ്സ്, വിളകൾക്ക് എത്രത്തോളം കെയറിങ് കൊടുത്തു, എങ്ങനെയൊക്കെ കെയറിങ് കൊടുത്തത് എഴുതുക. പീരിയഡ് ഓഫ് കൾട്ടിവേഷൻ, എത്ര സമയം എടുത്തു കൾട്ടിവേഷൻ, അത് എഴുതണം. എക്സ്പെൻഡിച്ചർ, അതിൻ്റെ കാലയളവ് എത്രത്തോളാണെന്ന് എഴുതണം. എഫക്റ്റീവ്നെസ് ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ് അതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്, എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണെന്ന് എഴുതണം. തിങ്സ് കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ഡൂയിങ് വെർട്ടിക്കൽ ഫാമിംഗ്, അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, സെറ്റിംഗ്സ് ഓഫ് പ്ലേസ്, ഇതൊക്കെ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതും എഴുതണം. The picture given above shows different models of vertical garden. We shall grow vegetables at home in this manner. Note down the arrangements done for farming and the different stages involved in it in your activity diary. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വെർട്ടിക്കൽ ഫാമിംഗ് ആണ് നമുക്ക് മുകളിൽ അതിൻ്റെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും ഇനി ഇത്തരത്തിലൊരു വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടാക്കുക. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്തൊക്കെയെന്ന് അതും നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ എഴുതി വയ്ക്കുക. Is vertical farming done by anyone in your locality? If yes, you may visit the place and learn more about it. നിങ്ങളുടെ പ്രദേശത്ത് ആരെങ്കിലും ഇത്തരത്തിൽ വെർട്ടിക്കൽ ഫാമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഈ വെർട്ടിക്കൽ ഫാമിംഗ് എത്രത്തോളം മനസ്സിലായി എന്നറിയാനുള്ളൊരു ആക്ടിവിറ്റിയാണ് താഴെ. ഐ നോ ഹൗ ടു ഡു വെർട്ടിക്കൽ ഫാമിംഗ്. നിങ്ങൾക്ക് ഈ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ആദ്യം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ സ്മൈലിക്ക് നേരെ ടിക്ക് ഇടുക. കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നടുവിലത്തെ സ്മൈലിക്ക് നേരെ, തീരെ അറിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്മൈലിക്ക് നേരെ ടിക്ക് ഇടുക. ഐ ക്യാൻ സെറ്റപ്പ് മെറ്റീരിയൽസ് ഫോർ വെർട്ടിക്കൽ ഫാമിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോളത്തിൽ ടിക്ക് ചെയ്യുക. കുറച്ചൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ, തീരെ കഴിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ ടിക്ക് ചെയ്യുക. ഐ ക്യാൻ കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ഇൻ എ വെർട്ടിക്കൽ ഗാർഡൻ. ഒരു വെർട്ടിക്കൽ ഗാർഡന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോളത്തിൽ ടിക്ക് ചെയ്യുക. കുറച്ചൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ, തീരെ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ കോളത്തിൽ. അപ്പോൾ അവസാനത്തെ കോളം മാത്രമാണ് നിങ്ങൾ ടിക്ക് ഇട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ഫാമിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. ചെറിയ പാഠഭാഗമാണ്. ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനായി വീണ്ടും കാണാം. താങ്ക്